ശ്രീ ഗുരുഭ്യോ നമ. ഇന്ന് ഗുരുപൂർണിമ. ഗുരു നമ്മെ അജ്ഞാനമാകുന്ന ഇരുട്ടിൽ നിന്ന് ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് നയിക്കുന്നു. നമ്മളൊക്കെ പലതും പഠിക്കുന്നവരാണ്. പഠിക്കുന്ന ആ, ഓരോ ക്ലാസ്സുകളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഓരോ പഠനവും അതൊക്കെ തരുന്നത് അറിവുകൾ തന്നെയാണ്. അറിവുകളിലൂടെ നമ്മൾ നീങ്ങുകയാണ്. അറിവാണ് ആനന്ദം. ഗുരുക്കന്മാർ പലരും ഉണ്ടാകാം. ഓരോരുത്തരും നമുക്ക് അറിവ് പകർന്നു തരുന്ന ഓരോരുത്തരും ഗുരുക്കന്മാർ തന്നെയാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും അറിവുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതെല്ലാം നമ്മിൽ വന്നു ചേരുന്ന കർമ്മങ്ങൾ, പലതരത്തിലുള്ള കർമ്മങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നവരാണ്. പലരെ കാണുന്നു, സംസാരിക്കുന്നു, പഠിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിലൂടെ എല്ലാം നമ്മളിലുള്ള അറിവുകളെയാണ് ഉറപ്പിക്കേണ്ടത്. നമ്മൾ കൂടുതൽ കൂടുതൽ ജ്ഞാനത്തിലേക്കാണ് നമ്മുടെ യാത്ര ചെയ്യേണ്ടത്. ഓരോ നിമിഷവും അറിവുകളാക്കുക. അത് നമ്മെ മുന്നോട്ട് നയിക്കുന്നതിലേക്കാക്കുക. ആനന്ദത്തിലേക്കായിരിക്കട്ടെ ഈ യാത്ര. നമ്മൾ ആദ്യമൊക്കെ ഗുരു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയധികം ഗുരുക്കന്മാരുടെ പ്രാധാന്യം അറിഞ്ഞിരുന്നില്ല. എന്നാൽ കുറച്ചൊന്ന് നമ്മൾ പല ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലൂടെയും, പ്രത്യേകിച്ച് യോഗ പഠനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരു എന്നുള്ള മഹത്വത്തെ അറിയുവാൻ അതിലൂടെയാണ്, യോഗാഭ്യാസത്തിലൂടെയാണ് സാധിച്ചത്. അഭ്യസിക്കും തോറും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നമ്മൾ അനുഭവിക്കുന്ന സുഖം, ശാരീരികമായും മാനസികമായും ശരീരത്തിലെ അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിലും അവയൊന്നും നമ്മളെ ബാധിക്കാതെ, മാനസികമായ പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവയൊന്നും നമ്മെ ബാധിക്കാതെ, അതൊന്നും ഞാനല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക്, ഈ ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല, ശരീരം മാറ്റത്തിന് വിധേയമാണ്, അത് മാറിക്കൊണ്ടേയിരിക്കും, മനസ്സും മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ മാറാത്ത ഒന്നാണ് ഞാൻ, ശാശ്വതമായ ഒന്നാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഗുരുവിലൂടെ വന്നു ചേരുന്നു. നിരന്തര അഭ്യാസമാണ് ഇതിനൊക്കെ ആവശ്യം. ശങ്കരാചാര്യ സ്വാമികളുടെ വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട്, എല്ലാം ഈശ്വര ഇച്ഛയാൽ വന്നു ചേരുന്നതാണ്. മനുഷ്യനാവുക എന്നുള്ളത് തന്നെ മുൻജന്മ കർമ്മങ്ങളിലൂടെ വന്നു ചേരുന്നതാണ്. അത് ഈശ്വരേച്ഛയാണ്, അത് ഈശ്വര അനുഗ്രഹമാണ്. ഏറ്റവും മഹത്തായ ജന്മമാണ് മനുഷ്യജന്മം. അതിൽ മുമുക്ഷുത്വം, ജ്ഞാനം, ഞാൻ ആര് എന്നുള്ള അറിവിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരു ഗുരു, ഞാൻ ആര് എന്നുള്ള തിരിച്ചറിവ് നമ്മിലേക്ക് എത്തിക്കുന്ന ഗുരു, തത്വമസി എന്ന് നമ്മളെ അറിയിക്കുന്ന, നമ്മളിലേക്ക് ആ അറിവ് പകർന്നു തരുന്ന ഗുരുവിനെ, ആ ഗുരുവിലൂടെയാണ് അല്ലെങ്കിൽ ആ അറിവിലൂടെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. നമുക്ക് ആ അറിവ് വന്നു ചേർന്നാൽ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യവും നമുക്ക് ആനന്ദത്തോടെ നേരിടുവാൻ സാധിക്കുന്നു. അഭ്യാസവും ജ്ഞാനവും ഒത്തുചേർന്നിട്ടുള്ള ഒരു രീതിയിലാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഒരു പറഞ്ഞ സത്യത്തെ നമുക്ക് അഭ്യാസം കൊണ്ട് ഉറപ്പിക്കുവാൻ, വീണ്ടും വീണ്ടും അഭ്യസിച്ച് ഉറപ്പിക്കണം. കാരണം ഈ സമൂഹവുമായി നമ്മൾ നിരന്തരമായി പല കാര്യങ്ങളിലും പോകുന്നവർ, പല കാര്യങ്ങൾക്കായി വരുന്നവരാണ്, പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മളിൽ മനസ്സിലാക്കിയ ആ സത്യത്തെ ഉറപ്പിക്കുവാൻ നിരന്തരമായ അഭ്യാസത്തിലൂടെ തീർച്ചയായും സാധിക്കും. അങ്ങനെ ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളത് ആണ് മഹാപുരുഷ സംശ്രയം. മഹാപുരുഷനെ ആശ്രയിക്കുക, പുരുഷനെ നമുക്ക് സമീപിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ മഹത്തായ ഒന്നാണ്. അപ്പോൾ ഇതൊക്കെയെല്ലാം ഈശ്വരാനുഗ്രഹം മാത്രമാണ്. അപ്പോൾ ആ അനുഗ്രഹത്തിനായി നന്നായി അഭ്യസിക്കും തോറും നമുക്ക് അറിവുകൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. അറിവാണ് ആനന്ദം. അറിവ് നമുക്ക് ഗുരുവിലൂടെയാണ് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഗുരുവിനെ നമിച്ചുകൊണ്ട്
എല്ലാവരെയും നമിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുപൂർണിമ ആശംസകൾ. ലോക സമസ്ത സുഖിനോ